ഇവിടെ എനിക്കൊന്ന് വരാൻ പറ്റിയതിൽ എന്നെ ക്ഷണിച്ചതിനും ഇതിൻ്റെ എല്ലാ ഔദ്യോഗിക ഭാരവാഹികളോടും നന്ദി അറിയിച്ചുകൊണ്ടും അവരുടെ കുടുംബം ഒരാൾ ജോലി ചെയ്യുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുവാണ്. അത്ര ആ കുടുംബം രക്ഷപ്പെടുന്നുണ്ടെന്നുള്ളതിൽ നമുക്ക് വളരെ വലിയ സന്തോഷം. കാരണം ഇവിടെ ബീവറേജ്, ലോട്ടറി, പെട്ടിക്കട ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചില സ്ഥാപനങ്ങൾ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് കമ്പനി കേരളത്തിലാണ്, തെർമൽ പെൻപോൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്, ഡെൻ കെയർ. ലോകത്തിലെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെയും ഒലിയോറസിൻ മേക്കിംഗ് സ്പൈസ് പ്രോസസ്സിംഗ് കമ്പനികൾ അത് കേരളത്തിലുള്ളതാണ്. ഇങ്ങനെ ഓരോന്നോരോന്നും അവതരിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നേരത്തെ പെട്ടിക്കടയും ബീവറേജും ഉള്ളൂ എന്നെഴുതിയ അതേ ആളുകൾ തന്നെ താഴെ വന്നിട്ട് എഴുതും, ഇതതിനിപ്പോൾ ഉണ്ടായതല്ല, നേരത്തെ ഉണ്ടല്ലോ, അതിൽ ഈ ഗവൺമെൻറ് എന്താ പങ്ക്? അപ്പോൾ നേരത്തെ ഇവർ തന്നെ എഴുതുന്നത് ഇത് ഉണ്ടാവുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുതിയ കമ്പനികളെ കുറിച്ച് പറയാൻ തുടങ്ങും, ഇന്ന കമ്പനികൾ വന്നു. അപ്പോൾ ഇത് ആളുകൾ വന്നിട്ട് താഴെ എഴുതും, ഇതിൽ ഗവൺമെൻറ് എന്താ റോള്? അത് പ്രൈവറ്റുകാരല്ലേ ചെയ്യുന്നത്, അതുവരെ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്നായിരിക്കും. അപ്പോൾ നമ്മളടുത്ത് ഗവൺമെൻറ്റിൻ്റെ കെൽട്രോൺ പുതിയ സംവിധാനം ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇവർ വന്നിട്ട് എഴുതും, ഗവൺമെൻറ് എന്തിനാ ഇങ്ങനെ വ്യവസായത്തിൽ പോകണത്, അത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതില്ലേ? ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരു അപൂർവ ജനിതക ഘടനയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിലിപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് പൊതുവെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ. Now, for the presidential address, I would like to invite Srimati Radhamani Pillai, Municipal Chairperson, Trikakara Municipality. Welcome, ma'am. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ ജോർജ് സാറ്, നമ്മുടെ ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ബഹുമാന്യനായ വ്യവസായ വകുപ്പ്, കയർ വകുപ്പ് മന്ത്രിയായ രാജീവ് സാർ, എൻ്റെ സഹ കൗൺസിലർ എം ഒ വർഗീസ്, ബഹുമാന്യനായ സന്തോഷ് കോച്ചി സാറ്, വേദിയിലുള്ള മറ്റു വിശിഷ്ട വ്യക്തികളെ, സദസ്സിലുള്ള ബഹുമാന്യ വ്യക്തികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്തായാലും ഒരു ഓണ സമ്മാനം പോലെ തൃക്കാക്കരയ്ക്ക് ഒരു കമ്പനി കൂടി ഇവിടെ ഇന്ന് ഉടലെടുക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ സന്തോഷമാണ്. കാരണം ഇത്രയും തൊഴിലാളികൾ ഇവിടെ വരുമ്പോൾ അവരുടെ ഒരു ടാക്സ് കൂടി ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വരുമാനത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ജനസംഖ്യ കൂടുന്തോറും നമുക്ക് ബാധ്യതകളും അതുപോലെ ഉണ്ട്, വേസ്റ്റിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഉണ്ട്. അപ്പോൾ എന്തായാലും വരുമാനം കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ നമുക്കറിയാം. ഒരു കാലത്ത് എന്ന് വെച്ചാൽ ഒരുപാടൊന്നും വൈകിട്ടില്ല, ഒരു 10-15 വർഷം 20 വർഷം മുമ്പ് പാടങ്ങളായിരുന്ന സ്ഥലമാണ്. ആ പാടങ്ങളെല്ലാം മാറി ഇന്ന് നല്ല മനോഹരമായ മണിമന്ദിരങ്ങൾ വന്നു. അതെല്ലാം വ്യവസായമായി എന്നുള്ളതിൽ അതിലും വലിയ സന്തോഷം. കാരണം എത്രയോ കുടുംബങ്ങൾ ഇന്ന് ഈ വ്യവസായം ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചു പോകുന്നുണ്ട്. ആയിരക്കണക്കിന് തൊഴിലാളികൾ, അവരുടെ കുടുംബം ഒരാൾ ജോലി ചെയ്യുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുവാണ്. അത്ര ആ കുടുംബം രക്ഷപ്പെടുന്നുണ്ടെന്നുള്ളതിൽ നമുക്ക് വളരെ വലിയ സന്തോഷം. കാരണം അടുത്ത ഒരു തലമുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ജോലി അന്വേഷിച്ച് വിദേശ രാജ്യങ്ങളിൽ പോവുകയാണ്. അപ്പോൾ അവരൊക്കെ അവിടെ പോയാൽ തിരിച്ച് ഗൾഫിൽ പോണ പോലെയല്ല, അന്യരാജ്യങ്ങളിൽ പോണവരൊന്നും തിരിച്ചു വരില്ല. അപ്പോൾ നമ്മുടെ ഒരു 60-70 വയസ്സായ മാതാപിതാക്കളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ഒരവസ്ഥ. സാമ്പത്തികമുണ്ട്, പക്ഷെ ഒന്നും മക്കളെ കാണാനോ, അവിടെ ഒരു ഗ്രീൻ കിട്ടിയാൽ അവിടുത്തെ ഒരു അംഗമായാൽ അവരൊരിക്കലും തിരിച്ചിങ്ങോട്ട് വരികയില്ല. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലുള്ള ധാരാളം കമ്പനികൾ വരുമ്പം നമ്മുടെ അടുത്ത ഒരു തലമുറ യുവാക്കൾ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആളുണ്ടാവും. പ്രായമായ ആളുകളെ അനാഥരെ പോലെ ആക്കാതെ മക്കൾ അവർക്ക് വേണ്ടി ഉണ്ടാവും എന്നുള്ളൊരു സന്തോഷം. എന്തായാലും ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിനും ഇവിടെ എനിക്കൊന്ന് വരാൻ പറ്റിയതിൽ എന്നെ ക്ഷണിച്ചതിനും ഇതിൻ്റെ എല്ലാ ഔദ്യോഗിക ഭാരവാഹികളോടും നന്ദി അറിയിച്ചുകൊണ്ടും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പുതിയ കാലത്തിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് അനുസൃതമായിട്ടുള്ള മാറ്റം. ശ്രീ ക്രിസ്റ്റോ ജോർജ് കോളേജ് കഴിഞ്ഞ് അപ്പം തന്നെ എടുത്ത് ചാടിയതാണ് വ്യവസായത്തിലേക്ക്. അപ്പം അന്നേ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. ഞാൻ സൂക്ഷ്മമായി നോക്കിയപ്പോൾ ഹൈക്കോണിൻ്റെ പ്രത്യേകത നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഒരു കാലത്ത് എല്ലാവരുടെ കയ്യിലും നോക്കിയായിരുന്നു.
ഹൈ പ്രൊഫഷണൽസ് ആണെങ്കിൽ അവരുടെ കയ്യിൽ ബ്ലാക്ക്ബെറി ആയിരുന്നു. ഇപ്പോൾ എല്ലാ ഇതിലും മെയിലുകൾ വന്നുകൊണ്ടിരിക്കും, എല്ലാ സൗകര്യങ്ങൾ, ആപ്പുകൾ, മെയിലുകൾ. നമ്മൾ ഈ ബ്ലാക്ക്ബെറി മാത്രമേ പുഷപ്പ് മെയിൽ വരുള്ളൂ. അപ്പോൾ IT കമ്പനി ജോലി കിട്ടിയാൽ മാനേജ്മെൻറ്റ് ആദ്യം ഒരു ബ്ലാക്ക്ബെറി കൊടുക്കും. കുട്ടികളുടെ ധാരണ നല്ല ഫോൺ കിട്ടിയതാണല്ലോ, മെയിൽ തുറന്നില്ല എന്നതാണ്, പറയാതിരിക്കാനാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ നോക്കിയേയും ഇപ്പോൾ കാണുന്നില്ല. വീണ്ടും ഒന്ന് വരും എന്ന് പറഞ്ഞെങ്കിലും അങ്ങനെ അങ്ങ് വന്നു എന്ന് വെച്ചാൽ വന്നു എന്നേ ഉള്ളൂ. ബ്ലാക്ക്ബെറിയും അങ്ങനെ അങ്ങ് പോയി. നിരന്തരം പുതുക്കിക്കൊണ്ട് ഇരിക്കാതിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മാറ്റങ്ങൾ മനസ്സിലാക്കി നിരന്തരം നവീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ്. എന്നാൽ ഹൈക്കോടതിയുടെ ഒരു പ്രത്യേകത, ഒന്നല്ല പല പ്രത്യേകതകൾ കണ്ടപ്പോഴും കേട്ടപ്പോഴും ഉണ്ട്. ഞാൻ സൂക്ഷ്മമായി പഠിച്ചിട്ടല്ല, അവിടെ കണ്ടും ഇവിടെ അദ്ദേഹത്തിൻ്റെ പുസ്തകം കേട്ടപ്പോഴുള്ള നിഗമനങ്ങളിൽ നിന്നാണ്. ഒന്ന്, പുതിയ ടെക്നോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചെറുതിന് തുടങ്ങി സോളാറിലേക്ക്, പിന്നെ ഇപ്പോൾ ബാറ്ററി, ഇപ്പോൾ ബാങ്കിങ്. പണ്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് ഇടുന്ന ബാങ്കാണ്, ഇപ്പോൾ പവർ ഇടുന്ന ബാങ്കിങ് സംവിധാനങ്ങളായിട്ട് മാറി. വാക്കുകൾക്ക് അർത്ഥപരിധി സംഭവിക്കും. കാലം മാറുമ്പോൾ ഇന്നലത്തെ അർത്ഥമാവില്ല, അല്ലെങ്കിൽ ഇന്നലത്തെ അർത്ഥം മാത്രമാകണമെന്നില്ല പല വാക്കുകൾക്ക് ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ബാങ്കിങ് സംവിധാനം വന്നു, ഇപ്പോൾ വെഹിക്കിൾസ് രൂപത്തിലേക്ക് വന്നു. സോളാർ നയത്തിൽ തന്നെ ഈ ബാറ്ററി സ്റ്റോറേജ് സംവിധാനങ്ങൾ മാൻഡേറ്ററി വരാൻ തുടങ്ങി. വലിയൊരു പൊട്ടൻഷ്യൽ രാജ്യവ്യാപകമായിട്ട് വരുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കി പുതുക്കി വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹൈക്കോടതിയുടെ ഒരു പ്രത്യേകത. രണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിലെ വർക്ക് ഫോഴ്സിൻ്റെ ഒരു സ്വഭാവം, പ്രത്യേകിച്ചും പുതിയ തലമുറ ഒരിടത്തും ഉറച്ചു നിൽക്കില്ല എന്നുള്ളതാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ ചാടിക്കൊണ്ടിരിക്കും. ഇവിടെ ചാട്ടം അകത്ത് തന്നെയാണ്, മുകളിലോട്ടാണ്. മറ്റത് ചാട്ടം പുറത്തേക്കാണ്. ഇവിടെ ചാടി മുകളിലോട്ടാണല്ലോ വന്നുകൊണ്ടിരിക്കുകയാണ്. 20 കൊല്ലം താഴെയും തുടങ്ങി ജനറൽ മാനേജരായി, വൈസ് പ്രസിഡൻ്റായി. അപ്പോൾ ലേബർ ഫോഴ്സ് ഒപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സ്ഥാപനം തുടങ്ങിയെടുത്ത് നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്നു. ലേബേഴ്സും എംപ്ലോയീസ്, ഓഫീസേഴ്സ് അവരും നിരന്തരം പുതുക്കുകയും അവർ സ്വയം ഈ പുതുക്കലിൻ്റെ ഭാഗമായി ഉയർന്ന ഉത്തരവാദിത്തങ്ങളിലേക്ക് വളരുകയും ചെയ്യുന്നു. അതും ഒരു സ്ഥാപനത്തിൻ്റെ ഓർഗാനിക്കാണോ എന്ന് പരിശോധിക്കുന്ന മറ്റൊരു ലിറ്റ്മസ് ടെസ്റ്റാണ്. അപ്പോൾ അതിൽ നന്നായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തത് വെഹിക്കിൾസ് ഉണ്ട്, അതുപോലെ പുതിയ രൂപത്തിലുള്ള സ്റ്റോറേജ് സംവിധാനങ്ങളുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ഏത് സംവിധാനങ്ങളുമായി കിടപിടിക്കാൻ കഴിയാവുന്ന ഒന്നാണ്. കേരളം ഇപ്പോൾ വ്യവസായ സൗഹൃദത്തിൽ ഏറ്റവും മികച്ച ഒന്നായി മാറി. അതാണ് നമുക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 98ാമത്തെ പദ്ധതി നമുക്ക് ഇപ്പോൾ കല്ലിടാൻ പറ്റിയെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ പ്രധാന കാരണം ഈ മാറ്റങ്ങളാണ്. അപ്പം നമ്മൾ എത്ര പ്രസംഗിച്ചാലും എത്ര പറഞ്ഞാലും ഇൻവെസ്റ്റർമാർക്കറിയാം മാറ്റം വന്നിട്ടുണ്ടോ. ഇന്ന് കൃഷ്ണയില പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പുത്തൻ കുടുംബമൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളത്തിൽ തുടങ്ങാൻ പോണു. ഞാനിത് ആദ്യം കാണുന്നത് CAയുടെ മീറ്റിങ്ങിൽ കോളത്ത് വെച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു എൻ്റെ ചെയർപേഴ്സൺ. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം നിങ്ങൾ ഈ കേരളത്തിലെന്താ നിക്ഷേപിക്കാത്തതെന്ന് ചോദിക്കുന്നത്. പിന്നെ ഈ ദാവോസിൽ ഞങ്ങൾ വീണ്ടും സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ബ്രദറായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും IKGS വന്നു. അങ്ങനെയാണ് ഈ പദ്ധതിയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇന്ന് കൃഷ്ണള അങ്കമാലി പറഞ്ഞൊരു കാര്യം, ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഹൈദരാബാദാണ്. ഹൈദരാബാദിലെ മലയാളികളെ ചോദിക്കും കേരളത്തിൽ പോകണമെന്ന് ചോദിക്കും. ദുബായി ചെന്നപ്പോൾ അവിടുത്തെ മലയാളികളെ ചിലർ ചോദിക്കുന്നത്, അല്ലാണ്ട് വേറെ നാട്ടുകാരൊന്നും ചോദിക്കുന്നില്ല. ഇപ്പം നമ്മൾ ലിങ്ക്ഡിനിലൊന്നും ഇട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും പോഡ്കാസ്റ്റിൽ പോയി ഇതൊക്കെ വരുമ്പോൾ നല്ല കമൻറ്റുകളാണെങ്കിൽ പെട്ടെന്ന് മലയാളി വരും. ഞാൻ കേരളത്തിലുള്ള ആളാണ്, ഇവിടെ ഒന്നും നടക്കില്ല. അപ്പം അങ്ങനെ ചില അസാധാരണ കഴിവുള്ള കുറേ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ശ്രദ്ധിച്ചത് കേരളത്തിൻ്റെ പൊതുചിത്രം എന്തായിരുന്നു. ഇവിടെ ബീവറേജ്, ലോട്ടറി, പെട്ടിക്കട, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ചില സ്ഥാപനങ്ങൾ, ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് കമ്പനി കേരളത്തിലാണ്, തെർമൽ പെൻപോൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി കേരളത്തിലാണ്, ഡെൻ കെയർ. ലോകത്തിലെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെയും ഒലിയോറസ് ഇൻ മേക്കിംഗ് സ്പൈസ് പ്രോസസ്സിംഗ് കമ്പനികൾ അത് കേരളത്തിലുള്ളതാണ്. ഇങ്ങനെ ഓരോന്നും അവതരിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നേരത്തെ പെട്ടിക്കടയും ബീവറേജും ഉള്ളൂ എന്നെഴുതിയ അതേ ആളുകൾ തന്നെ താഴെ വന്നിട്ട് എഴുതും, ഇതതിനിപ്പോൾ ഉണ്ടായതല്ല, നേരത്തെ ഉണ്ടല്ലോ, അതിൽ ഈ ഗവൺമെൻറ് എന്താ പങ്ക്. അപ്പോൾ നേരത്തെ ഇവർ തന്നെ എഴുതുന്നത് ഇത് ഉണ്ടാവുള്ളൂ.
അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുതിയ കമ്പനികളെ കുറിച്ച് പറയാൻ തുടങ്ങും. ഇന്ന കമ്പനികൾ വന്നു. അപ്പോൾ ഇത് ആളുകൾ വന്നിട്ട് താഴെ എഴുതും, ഇതിൽ ഗവൺമെൻറ് എന്താ റോള്? അത് പ്രൈവറ്റുകാരല്ലേ ചെയ്യുന്നത്, അതുവരെ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്നായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ഗവൺമെൻറ്റിൻ്റെ കെൽട്രോൺ പുതിയ സംവിധാനം ഉണ്ടാക്കിയാണ്. അപ്പോൾ ഇവർ വന്നിട്ട് എഴുതും, ഗവൺമെൻറ് എന്തിനാ ഇങ്ങനെ വ്യവസായത്തിൽ പോകണത്, അത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതില്ലേ? ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരു അപൂർവ ജനിതക ഘടനയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിലിപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. പൊതുവെ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ലിങ്ക്ഡിൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് കേരളത്തിലേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു 2 കൊല്ലം മുമ്പ് IBMൻ്റെ ഈ അടുത്തുള്ള ക്യാമ്പസിൽ പുതിയ യൂണിറ്റ് തുടങ്ങുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞു റിവേഴ്സ് മൈഗ്രേഷൻ. അന്ന് ദിനേശ് നിർമ്മലും പറഞ്ഞു ഇറ്റ് ഈസ് ഹാപ്പനിങ്. അന്ന് 100 പേരെ അവർ പറഞ്ഞത്, ഇപ്പോൾ 3000 പേരായി ഇവിടെ തന്നെ IBMൻ്റെ ക്യാമ്പസുകളിൽ. ലിങ്ക്ഡിൻ റിപ്പോർട്ട് പറയുന്നത് ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 172% റിവേഴ്സ് മൈഗ്രേഷൻ്റെ ഗ്രോത്ത് റേറ്റ്. യൂറോപ്പിലുള്ള, അമേരിക്കയിലുള്ള, ഗൾഫിലുള്ള, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾ തിരിച്ചു വരുന്ന ജോലിക്ക് ചേരുന്നതിൻ്റെ വേഗത, അല്ലാണ്ട് അവിടെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നതല്ല, മാറി കേരളത്തിലേക്കുള്ള ജോലി സ്വീകരിക്കുന്നതിൻ്റെ ഗ്രോത്ത് റേറ്റ് 172%. അതിൽ 31% വുമൺ പ്രൊഫഷണൽസാണ്, സ്ത്രീകളാണ്. അവർ തിരിച്ചു വരുന്നു. കഴിഞ്ഞ ഈ 2025, ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിലാണല്ലോ നിൽക്കുന്നത്, ഈ വർഷത്തെ കണക്ക് ലിങ്ക്ഡിൻ പറയുന്നത് 40,000 പ്രൊഫഷണലുകൾ ഇതിനകം വിവിധ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും മലയാളികൾ തിരിച്ചു വന്ന് കേരളത്തിൽ ജോലിയെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ രാധാമണിപ്പിള്ള പറഞ്ഞല്ലോ, നമ്മുടെ ആളുകളൊക്കെ പോവാണല്ലോ, ആ വിഷമം വേണ്ട, ദേ ആർ കമ്മിങ് ബാക്ക്. റിവേഴ്സ് മൈഗ്രേഷൻ ഹാപ്പനിങ്. ഇനി നമ്മൾ അവരുടെ അവസരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. കാരണം അവർക്ക് ഇനിയിപ്പോൾ ലോകത്തൊരു രാജ്യത്ത് എത്ര കാലം നിൽക്കാൻ കഴിയുന്ന ആർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു സ്ഥലത്താണെങ്കിൽ രാവിലെ ഒരാൾ എഴുന്നേൽക്കുമ്പോൾ പറയുന്നതായിരിക്കില്ല ഉച്ചയ്ക്ക്, വൈകുന്നേരവും വേറെ താരിഫും വേറെ വിസയായിരിക്കും. ഇതേ ഉറക്കത്തിൽ എഴുന്നേക്കാതിരിക്കട്ടെ എന്നാണ് ആൾ ആഗ്രഹിക്കുക. എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് പുതിയ താരിഫ് കൂടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിസ നിയമങ്ങൾ മാറുന്നു, പഠിക്കാൻ പോകുന്നവർക്കും പ്രശ്നം. ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഇന്ത്യയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് 5th റാങ്കാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ് റാങ്കിങ് 6th റാങ്ക് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്കാണ്. ഏറ്റവും ബെസ്റ്റ് കോളേജിൽ നമ്മുടെ കേരളത്തിലെ നിരവധി കോളേജുകൾ ആദ്യത്തെ 100 വന്നിരിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജുകൾ കുറച്ചുകൂടി കയറി വരാനുണ്ട്, ബാക്കി കോളേജുകളെല്ലാം നന്നായി വരികയാണ്. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ പഠിക്കാൻ കഴിയും. പിന്നെ പ്രായമുള്ളവർ ആളുകൾ മാത്രമേ ഉള്ളൂ, വൃദ്ധസദനമാകുമല്ലോ എന്നൊരു പൊതു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നു. എന്നോട് ഇപ്പം അദ്ദേഹം പറഞ്ഞാൽ ഇൻട്രാക്റ്റീവ് സെഷനിൽ ഒരാൾ പറഞ്ഞത് വൃദ്ധസദനം. ഞാൻ പറഞ്ഞു വൃദ്ധസദനാകുന്ന നിങ്ങൾ കാണുന്നവരെ ഞാൻ കാണില്ല. എൻ്റെ അഭിപ്രായം അവിടെ ഒരു ബിസിനസ് സാധ്യതയുണ്ടെന്നാണ്. ലോകത്ത് പ്രായമായ ആളുകൾ മുഴുവൻ കൂടെ വന്നോട്ടെ, അമേരിക്കക്കാരോ യൂറോപ്പുകാരോ അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻകാരോ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയും അവരൊരു മലയാളി ഡോക്ടറുടെ അല്ലെങ്കിൽ മലയാളി നേഴ്സിൻ്റെയോ സ്പർശം ഉണ്ടായിട്ടുണ്ടോ? അവരവിടെ നിൽക്കണ്ട, ഇവിടെ വന്ന് സ്വസ്ഥമായിട്ട് നല്ല ശുദ്ധമായി ഉണ്ട്, നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സീനിയർ ലിവിങ്ങിൽ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ 40 ഡോക്ടർമാരുണ്ട്, ചികിത്സിക്കാനല്ല താമസിക്കാൻ. 40 ഡോക്ടർമാർ അവിടെ താമസിക്കുന്നുണ്ട്, കേരളത്തിൽ തന്നെ. ഇനിയിപ്പോൾ ചില ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്, സീനിയർ ലിവിങ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകൾക്കും ഇങ്ങോട്ട് വരാം. ഇപ്പോൾ നിങ്ങൾ ചിലർ പറയില്ല, ഞാൻ ചെന്നപ്പോൾ ഡോക്ടറെ കണ്ടില്ല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയനായല്ലോ. 48 മണിക്കൂറിനുള്ളിലാണ് 2 ഹൃദയം മാറ്റിവെച്ചത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് UK പോയപ്പോൾ എമർജൻസിയിൽ 12 മണിക്കൂറാണ് ഒരു ഡോക്ടറുടെ അറ്റൻഷൻ കിട്ടാനുള്ള വെയിറ്റിംഗ് ടൈം. 12 മണിക്കൂർ. അവിടെ പോയവർക്കും അറിയാം, ചിലർ ഇങ്ങോട്ട് വരും. അപ്പോൾ ചിലത് നമ്മുടെ ആളുകൾ അങ്ങോട്ട് പോയില്ലെന്ന് ചോദിക്കും. ചിലത് അവിടെ ഹൈലി അഡ്വാൻസ്ഡ് ആയി ചിലത് അവിടെ ഉണ്ടാവും. പക്ഷെ ബാക്കി എല്ലാ കാര്യവും നമ്മൾ ഇവിടെയാണ്. അപ്പോൾ ഡോക്ടർമാരുടെ സൗകര്യം, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധ്യതയും കേരളത്തിലുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ ഓരോ ദിവസവും പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നു. നിലവിലുള്ളത് വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ശക്തിപ്പെടുന്നു. ഇനിയിപ്പോൾ അധികം വൈകാതെ നെക്സ്റ്റ് ഇയർ ഫസ്റ്റിൽ തന്നെ V-Guardൻ്റെ ഈ വലിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യും. തൊട്ടപ്പുറത്ത് 37 ഏക്കറിലാണ്
TCS ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിലെ ബ്യൂറോക്രസിയൊക്കെ പതുക്കെയാണ് അവർ തീരുമാനം എടുത്തെടുത്ത് വരിക. വളരെ വളരെ പക്കയാണ്. അവർ ആർക്കിടെക്റ്റെല്ലാം വിദേശത്തുള്ളതാണ്. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റൽ ഫോറസ്റ്റിൻ്റെ ക്ലിയറൻസ് കൂടി മിക്കവാറും ഇപ്പോൾ കിട്ടും. ഈ വർഷം തന്നെ ഇവിടെ തന്നെ 37 ഏക്കറിൻ്റെ പുതിയ ക്യാമ്പസ് കല്ലിടും. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നായിട്ടുള്ള കെയ്ൻസ് ടെക്നോളജി, അവരാണ് ഇപ്പോൾ ഗുജറാത്തിൽ 3700 കോടിയുടെ സെമി കണ്ടക്ടർ സ്ഥാപനം ഏകദേശം ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫ്ലെക്സിബിൾ PCB അതിൻ്റെ ഒരു പുതിയ യൂണിറ്റ് 30 ഏക്കറിലാണ് പെരുമ്പാവൂര് ആരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി 70 ഏക്കറിൽ കളമശ്ശേരിയിൽ അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. അവരടുത്ത് തന്നെയാണ് SF ടെക്നോളജി, ഐഫോണും സന്തോഷ് കോശി സംഘവും ഹൈദരാബാദിൽ പോയിരുന്നു. അവിടെ ആ ഡെവലപ്മെന്റ് ഉണ്ട്. കോഴിക്കോട് VKC റസാഖ് ഇവിടെ ഉണ്ട്. കോഴിക്കോട് ആദ്യം ഞാൻ മന്ത്രിയായതിനു ശേഷം ചെല്ലുമ്പോൾ സൈബർ പാർക്കിനോട് ചേർന്ന് നമ്മൾ KSIDCയുടെ ആദ്യത്തെ മലബാറിൻ്റെ നോഡൽ ഓഫീസ് അവിടെ തുടങ്ങി. അപ്പോൾ പാർക്കിൽ ആരും ഉണ്ടായില്ല. അവർ പറഞ്ഞു ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ആങ്കർ ഇൻഡസ്ട്രി വേണം. പിന്നെ ടാറ്റ ലെക്സി വന്നു. ഇപ്പോൾ ഇവരെല്ലാം പറയുന്നത് ഒട്ടും സ്ഥലമില്ല എന്നുള്ളത് ഫുള്ളായി കഴിഞ്ഞു. 2006 സ്ഥലം എടുത്തിട്ടാണ് രാമനാട്ടുകര. ഏകദേശം 19 കൊല്ലത്തോളമായി. ഇപ്പോൾ നമ്മളവിടെ STF കഴിഞ്ഞു, ഫുൾ അത് കൊടുക്കാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ വടക്കേറ്റത്താണ് അനന്തപുരം എസ്റ്റേറ്റ്. അവിടെ ഒരു ദിവസം ഞാൻ 13 കമ്പനി ഉദ്ഘാടനം ചെയ്തു. വേറൊരു ദിവസം പോയി 7 കമ്പനിക്ക് കല്ലിട്ടു, 6 കമ്പനി ഉദ്ഘാടനം ചെയ്തു. വന്ദേ ഭാരതിൻ്റെ ഫ്ലോറിങ്ങും അതുപോലെ തന്നെ ഡോറൊക്കെ വരുന്നത് കാസർഗോഡ് നിന്നാണ്. അപ്പോൾ എല്ലായിടത്തേക്കും ഇടുക്കിയിൽ ഞങ്ങൾ സ്പൈസസ് പാർക്ക് ആരംഭിക്കുമ്പോൾ കിൻഫ്രയുടെ തന്നെ ഇടുക്കിയിൽ ആരെങ്കിലും തുടങ്ങുമെന്നായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും കംപ്ലീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒട്ടും സ്ഥലമില്ല. ആലപ്പുഴയിൽ നമ്മുടെ മെഗാ ഫുഡ് പാർക്ക് സീ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ പ്രവർത്തനം സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത, കേരളം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ്. ഗ്രഗരെന്നാ പറയാം, ഗ്രാമ നഗര വ്യത്യാസമില്ല. കേരളം വൺ ഓഫ് ദ ലാർജസ്റ്റ് സിറ്റിയാണ്. കഴിഞ്ഞ ദിവസം അർബൻ കോൺക്ലേവ് ഇവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ നല്ല സന്ദർഭമാണ്. ഹൈക്കോൺ ആ കാലത്തിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. പുതിയ തലമുറയും അതിൻ്റെ നേതൃനിരയിലേക്ക് വരുന്നു. അവരുടെയും എല്ലാവിധത്തിലുള്ള ആശംസകൾ അർപ്പിക്കുന്നു. ഇനിയും വളരാൻ കഴിയട്ടെ. നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ ഹൈക്കോൺ അതിവേഗത്തിൽ വളരട്ടെ. കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടട്ടെ. ഇപ്പോൾ തൊഴിലെടുക്കുന്ന ആളുകൾ കൂടുതൽ വരുമാനമുള്ളവരായും കൂടുതൽ ഉയർന്ന ചുമതലയുള്ളവരായി മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.